ഹായ്, ഇന്നൊരു കുറച്ച് പ്രോഡക്ട്സ് സ്പെഷ്യലി ഓൺലി ഒരു ക്രാഫ്റ്റ്പ്രോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് പ്രൊഫഷണൽ സിസേഴ്സിൻ്റെ ഒരു വലിയ ശേഖരം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇതുവരെ പലരും നമ്മുടെ വീഡിയോ കണ്ടു ഒത്തിരി ഉപകാരപ്പെട്ടു എന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്കതിൽ വളരെ സന്തോഷം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നതാണ് എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. സിസേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒപ്പം നമ്മുടെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കണ്ടിന്യൂ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഇൻഫർമേഷൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊരാൾക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ആര് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നുള്ളത്. ഇപ്പോൾ അതൊരു ഫേഷ്യൽ ചെയ്യാനെടുക്കുന്ന നമ്മുടെ ഫേഷ്യൽ കിറ്റാണെങ്കിലും, അതല്ല നമ്മളിനിയിപ്പോൾ ഒരു സ്ട്രെയിറ്റൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അയണിങ് മെഷീനാണെങ്കിലും ഒക്കെ അതിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ അതിൻ്റെ ഇതൊന്ന് ഉറപ്പാക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. എന്നാലാണ് ഇപ്പോൾ മേക്കപ്പിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, മേക്കപ്പിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ക്ലയൻറ്റിന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾ 25,000 രൂപ ആ മേക്കപ്പിന് ചാർജ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് തരാൻ വില്ലിങ് ആവുള്ളൂ. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ എന്ന് പറയുന്ന സാധനം 350 രൂപയ്ക്ക് ആദ്യമേ തന്നെ റോഡിൻ്റെ സൈഡിൽ വെച്ച് വിറ്റ സമയത്ത് ഇവിടെ പലരും റോഡിൽ പോകും. 350 രൂപ കഴിക്കാനുള്ളതില്ല. എന്നാൽ ആ 350 രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവർ മേടിച്ചു, അവർക്കതിനുള്ള ഇതുണ്ടായി, അവരത് മേടിച്ചു, കഴിച്ച് 4 ആളോട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 350 രൂപയ്ക്ക് മേടിക്കാതിരുന്ന ആളുകൾ പോലും ഇപ്പോൾ ആ 350 രൂപ എടുത്ത് കഴിക്കാൻ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക റോഡിൻ്റെ സൈഡുകൾ നോക്കിക്കഴിഞ്ഞാലും റംബൂട്ടാനുമായി വിൽപ്പനയുമായി ഒത്തിരി ആളുകൾ ഇരിക്കുന്നതാണ്. നമുക്കത്ര പരിചിതമല്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു അത്. ഇപ്പോൾ എല്ലാവർക്കും പരിചിതമായി. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു സിസറിൻ്റെ വില കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഷോപ്പിൽ ആളുകൾ വന്ന ആളുകളോട് നമ്മളൊരു സിസറിൻ്റെ വില പറയുമ്പോൾ നമുക്കൊരു 250, 300 ആ റേഞ്ചിലുള്ള സിസർ മതി എന്നാണ് പറയുക. പക്ഷേ എനിക്കറിയാം, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെടുക്കുന്ന സിസേഴ്സ്, പക്ഷേ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രൊഫഷണലായിട്ട് ഹെയർ കട്ട് പഠിച്ച് വരുന്ന ആളുകൾ എടുക്കുന്ന സിസേഴ്സ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൂള് ഏത് മേഖലയിലായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്ലയൻസ് സലൂണിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇപ്പോൾ ആരും ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെ ടിക് സൗണ്ട് കാര്യങ്ങളൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ഇഷ്ടമാതിരി നല്ല ക്വാളിറ്റിയുള്ള സിസേഴ്സ് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള നമ്മളുടെ പ്രൊഫഷണലിസം, ആ ടൂൾസിൻ്റെ പ്രൊഫഷണലിസം ഒക്കെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണലായി മാറുക. അപ്പോൾ മാക്സിമം അത്തരത്തിലുള്ള ടൂൾസ് നമ്മളുടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് സിസേഴ്സ് ക്രാഫ്റ്റ്പ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നുണ്ട്. അവരൊരു 225 സിസറാണ് സ്റ്റാർട്ടിങ്. പക്ഷേ എന്നാൽ അത് സ്റ്റോക്ക് ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട്. ഇത് ക്രാഫ്റ്റ്പ്രോൻ്റെ തന്നെ നമ്മുടെ സാധാ കാണുന്ന ലെവലിലുള്ള സിസറാണ്. ഇതിൻ്റെ MRP റേറ്റ് 575, 575 രൂപയാണ് ഇതിൻ്റെ വില. ഞാനിത് കാണിച്ചു തരാം. ഈ സിസറിൻ്റെ പ്രത്യേകത, ഇതൊരു മോൾഡഡ് സിസറാണ്. ഈ മോൾഡഡ് സിസർ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ ഒറ്റ മോൾഡിൽ വരുന്ന സിസറാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിടി വരുന്ന ടൈപ്പിൽ 575 രൂപയാണ് ഇതിൻ്റെ വില. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റാർട്ടിങ്. ദെൻ നമ്മുടെ അടുത്ത് കുറച്ചധികം അവരുടെ റേഞ്ച് ഉണ്ട് സിസേഴ്സ്. അടുത്തത് ഒരെണ്ണം, അതുപോലെ തന്നെ അവരൊരു നെക്സ്റ്റ് റേഞ്ച്. ഇതിൻ്റെ വില വന്നിട്ട് 1250 രൂപ. ഇതാണ് ആ സിസർ. ഇതും എനിക്ക് ഓക്കെ. ഈ ഫോർജഡ് സിസർ എന്നാണ് ഇത്തരത്തിലുള്ള സിസറുകൾ പറയുക. ഇതിൽ ഈ കാണുന്ന രീതിയിലാണ് നമുക്കിത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പാകത്തിന്. ഇവിടെ നമുക്കിത് ഒരു നീഡിൽ പോലെ, ഇതിനൊരു സംതിങ് പേരുണ്ട്, ഞാൻ മറന്നു, ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 1250 ആണ്. ദെൻ
നെക്സ്റ്റ് അതിൻ്റെ ഇങ്ങനെ ഒരു പൗച്ചിലാണ് വരിക. നമുക്ക് ടൂൾസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൈജീനിക്കായിട്ട് ഒരാളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കുക, വൃത്തിയാക്കുന്ന നമ്മൾ എന്തെങ്കിലും ലോഷൻ ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ കസ്റ്റമർ മുന്നിൽ വെച്ച് എടുക്കുമ്പോൾ തോന്നാൻ പാടില്ല. ദെൻ പ്രോപ്പറായിട്ട് ഇതുപോലെ ഒരു ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുക. ഇതിലും വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ നിലത്ത് വീണാലോ അതിൻ്റെ അലൈൻമെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഹെയർ കട്ട് ചെയ്യുന്നതിനുള്ള നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു പൗച്ച് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ വില 1250. ഇതെല്ലാം ഞാൻ MRP ആണ് പറയുന്നത്. മിഡാസിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ വരുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിനുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇതാണ് ആ സിസറിൻ്റെ പൗച്ച്. ഓക്കെ, ദെൻ ഇത് 5 ഇഞ്ചിൻ്റെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. 5, 5.5, 6 ഇങ്ങനെ 3 ഇതിൽ ലഭ്യമാണ്. അടുത്തത് വന്നിട്ട് ഒരു സ്പെഷ്യൽ ഇതാണ്, സ്പെഷ്യൽ സിസറാണ്. അതിൻ്റെ പേര് ഇത് കണ്ടോ, കർവ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഈ എടുക്കുന്നത് 5.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നതാണ്. 3750 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു പൗച്ച് ഉണ്ടാവും. നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതിന് ഉപയോഗിക്കാനുള്ള ഓയിൽ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഉണ്ടാവും. ദെൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സിസ്റ്റർ. ഈ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ വെച്ചിട്ട് അവർ ഫോർജ് ചെയ്യാന്ന് പറയാം. ഇത് കണ്ടോ, ഇവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ നല്ല സിസേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരിക്കലും ഡൈ, അതായത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഡൈയുടെ ഫോർമേഷനിലാവില്ല. ഈ ഒരു പാർട്സ് അവരാദ്യം ഉണ്ടാക്കും. ദെൻ ഇത് വേറെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. അതായത് ഈ രണ്ടും 2 ഫോർമേഷനിലാണ് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് നിയന്ത്രിക്കുന്നതിന് നമുക്ക് ഇപ്പോൾ അവർ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. നമുക്കിപ്പോൾ ഇതിൻ്റെ പ്ലേ കൂടുതലാണെങ്കിൽ ആ പ്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഉണ്ടോ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോക്കായി നമുക്ക് അങ്ങോട്ടും തിരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇതിനൊരു മൊത്തത്തിലൊരു ലോക്കിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു കീ കൂടി ഉണ്ടാവും. ഈ സിസറിൻ്റെ വില 3750 രൂപയാണ്. അടുത്തത് നമ്മൾ തിന്നിങ്ങിന് ഉപയോഗിക്കുന്ന സിസറാണ്. ഇതിൻ്റെ വില 3750 രൂപയാണ്. തിന്നിങ് സിസർ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിലും ആ കീ അവൈലബിൾ ആണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീ അതിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം ഇതാണ്, ഇങ്ങനൊരു ഹാൻഡിൽ കൂടി ഉണ്ടാവും. തിന്നിങ് സിസർ 2 സൈഡിൽ നിന്നും പല്ലുള്ളത്. കൂടുതലും കാണുന്ന എല്ലാവരും ഇതേപോലെ തന്നെ 1 സൈഡ് ഉള്ളതുകൊണ്ട് അതും അവൈലബിൾ ആണ്. ഇതാണ് തിന്നിങ് സിസർ അവരുടെ നല്ലൊരു റേഞ്ചിൽ വരുന്നത്. പിന്നെ അടുത്ത ഒരെണ്ണം വരുന്നത് ഞാൻ ഈ ബോക്സിൽ നിന്ന് എടുക്കുന്നില്ല, ഈ കാണുന്നതാണ്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു റേഞ്ചിലുള്ളതാണ്. 850 റുപ്പീസാണ് അതിൻ്റെ MRP വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 20%ഓളം ഡിസ്കൗണ്ട് ഉണ്ടാവും മിഡാസിൽ. അതുപോലെ ഇതൊരു ബേസിക് സിസറാണ്, ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല. ദെൻ അടുത്തൊരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് സെയിം നേരത്തെ കാണിച്ച തന്നെ തിന്നിങ് സിസർ. ഒരു സൈഡിൽ മാത്രം ഇത് കണ്ടോ, ഒരു സൈഡിൽ മാത്രം പുറത്തേക്ക് എടുക്കണം, ക്ലിയർ ആവില്ലെന്ന് തോന്നുന്നു. ഒരു സൈഡ് മാത്രം. നമ്മൾ നേരത്തെ കാണിച്ചത് 2 സൈഡ് പല്ലുള്ളതായിരുന്നു. തിന്നിങ് സിസർ ഒരു സൈഡ് മാത്രം ഉള്ളത്. ക്രാഫ്റ്റ്പ്രോൻ്റെ SW634 എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സിസേഴ്സാണ്. ഇത് മാത്രം ഇതുപോലെ വന്നിട്ട് ഇവിടെ ഇത് ജോയിൻ ചെയ്യുകയാണ് ഇവർ ചെയ്യുക. ഈ ഒരു പാർട്സ് ഇത് 4 പാർട്സായിട്ടാണ് വരിക. അതിനുശേഷം ഇതേപോലെ തന്നെ ഒരു നെറ്റിട്ടിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ഫോർജഡ് സിസേഴ്സ് എന്നാണ് അതിന് പറയുക. 2 ടൈപ്പാണ് വരിക, മോൾഡഡും ഫോർജഡും. ഈ ഫോർജഡ് സിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പാർട്സായിട്ട് ഇത് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് ഇതിനെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ സിസേഴ്സും ഫോർജഡ് സിസേഴ്സാണ്. അത്തരത്തിലുള്ള സിസറുകൾ മേടിച്ചിട്ടാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസ് ചെയ്യേണ്ട ആളുകൾ ഏറ്റവും ആദ്യം ഒരു സിസർ ബൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ അതിൻ്റെ ഒരു ഹെവി റേഞ്ചിലുള്ളതാണ്. 4500 രൂപ വരുന്ന കുറച്ച് വെയിറ്റ് കൂടിയ ടൈപ്പ്, പക്ഷേ ഇറ്റാലിയൻ മെറ്റലാണ് ഇതിൽ വരുന്നത്. 440 എന്ന് പറഞ്ഞിട്ടൊരു മെറ്റലാണ് വരുന്നത്. കണ്ടോ, ഈ കാണുന്ന നല്ല ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള നല്ലൊരു സിസറാണ്. ഇത് 4500 രൂപയാണ് MRP റേറ്റ് വരിക.
അടുത്തതായി ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റൈൽ സിസർ. ഇതിൻ്റെ ഉള്ളിലൊരു പൗച്ചായിട്ടാണ് വരിക. അത് എല്ലാം വരുന്നത് പോലെ തന്നെ വളരെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവരുടെ. ഇത് 5 ഇഞ്ചിൻ്റെയാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 3250 രൂപ MRPയിലാണ്. പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. 5 ഇഞ്ചിൻ്റെയാണ്. ഇതിൻ്റെ 5.5, 6 എന്നീ വിലകളിൽ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ആ സിസർ. നമ്മളിപ്പോൾ ഒരു സിസർ ഉപയോഗിച്ചുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിലുണ്ടാവില്ല. ഓക്കെ, ഭയങ്കര സ്മൂത്താണ്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെയർ ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ കട്ടാവണം നമുക്ക് അറിയാൻ കഴിയും. ഒത്തിരി പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സിസറാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ഒരു സിസറാണ്. അതിൻ്റെ MRP വരുന്നത് 2450 രൂപയാണ്. ഇതേപോലെ തന്നെ പൗച്ചിലാണ് വരിക. ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്ന ഈ ക്രാഫ്റ്റ് പ്രോൻ്റെ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നത് ഉപയോഗിക്കുന്നതുമായ ഒരു സിസറാണ്. ഈ ബ്ലാക്ക് മെറ്റലിൽ വരുന്ന എല്ലാ ഒരുവിധപ്പെട്ട പ്രൊഫഷണലായിട്ടുള്ള സ്റ്റൈലിസ്റ്റുകളും നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കുന്നതും സജസ്റ്റ് ചെയ്യുന്നതുമായ ഒരു സിസറാണ്. വളരെ കംഫർട്ടബിളായിട്ട് ലൈറ്റ് വെയ്റ്റാണ്. ഒരു സൗണ്ടും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു സിസറാണ് ക്രാഫ്റ്റ് പ്രോൻ്റെ. ഇതിൻ്റെ MRP വരുന്നത് 2450. നിങ്ങൾ മിഡാസിൽ വന്നു കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ടിൽ ഇത് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ സാധനങ്ങൾ വെക്കാനുള്ള നല്ലൊരു പൗച്ചും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കിട്ടുക. ദെൻ സെയിം അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്, പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അതിനേക്കാളും 2750 രൂപ. അതേപോലെ തന്നെ ഫോർജ് ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു ഡിസൈനിങ്ങും അതിൻ്റെ ആ മോഡൽ ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ വിരലുകളുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് വളരെ രസകരമായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു കോമ്പാണ്. ഇതിന് ഒരു ചെറിയ വില കൂടുതലുണ്ട്, 2750. അത് നമുക്ക് പൗച്ചല്ല, ഇത്തരത്തിലുള്ള ഒരു ബോക്സിനുള്ളിലാണ് വരുന്നത്. ക്രാഫ്റ്റ് പ്രോ റിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു സിസർ. ദെൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സിസറാണ്. ജപ്പാൻ മെറ്റലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ MRP റേറ്റ് എന്ന് പറയുന്നത് 5500 ആണ്. ഭയങ്കര സ്മൂത്ത് ഫിനിഷിങ്, കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതും ഒരു എന്താ പറയുക ഒരു റോയൽ ലുക്കുള്ളതുമായ ഒരു സിസറാണ്. ഇതിൻ്റെ ഷേപ്പും 5500 രൂപയാണ് MRP വരുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഷാർപ്നെസ് തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും. നിങ്ങൾ അടുത്ത തവണ മിഡാസിൽ വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചോദിക്കുക, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതും ഫോർജഡ് സിസറാണ്. കണ്ടോ, ഇത് 2 പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്ന ഹാൻഡ് മെയ്ഡ് ഫോർജഡ് സിസറാണ്. ഇതിലും സെയിം നമുക്ക് ഇതിൻ്റെ ലൂസാക്കാനും ടൈറ്റാക്കാനും കഴിയുന്ന രീതിയിലുള്ള കീ കൂടി ഇതിൻ്റെ ഒപ്പം അവൈലബിൾ ആണ്. ഇതും ഒരു പൗച്ചിലാണ് വരിക. നമുക്ക് ആവശ്യമുള്ളതുണ്ടോ അതിൻ്റെ കീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. പൗച്ചിൽ ഈ പൗച്ച് സൈഡാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഫൈനലി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ക്രാഫ്റ്റ് പ്രോ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു സിസറാണ്. ഇതാണ് ആ സിസർ. ഇതേപോലെ തന്നെ ഫോർജ്ഡ് ആണ്. ഇതിന് ഷേപ്പ് കണ്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഈ സൈഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഡിസൈനിലേക്കുള്ള സാധനമാണ്. അൺഈവനായിട്ട് കട്ട് ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ജപ്പാൻ സ്റ്റീലാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 440 സ്റ്റീൽസ് ദ ബ്യൂട്ടിഫുൾ കട്ടിംഗ് ടൂൾസ് മെയിൻറ്റെയിൻ എ ഷാർപ്പ് എഡ്ജ്. സോ ഇത്രയും ഏറെ വെറൈറ്റീസ് ഈ ഒരൊറ്റ ബ്രാൻഡിലുണ്ട്. വേറെ ഒരെണ്ണത്തിൽ പോലും നമ്മൾക്ക് നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു സാധനം പോലും അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകതകൾ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ MRP വന്നിട്ട് 5650 ആണ്. അതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 20%ഓളം ഡിസ്കൗണ്ട് ഉണ്ടാവും. അതിൻ്റെ കീയും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടൂൾസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കുകയും ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെയും സാധനങ്ങളുടെയും ഗുണമേന്മ നിലനിർത്തുക എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ്. തൽക്കാലം ഇത് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.